അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തിരക്ക് പിടിക്കണ്ട. ഞാൻ പറഞ്ഞത് ഒരുപാട് വാർത്തകൾ വരും. CPM-ഉം BJP-കാരോട് ഞാൻ പറഞ്ഞു, ആ കാളെ അയച്ചുവിടല്ലേ, കാളെ കൊടുക്കല്ലേ, അത് പാർട്ടി ഓഫീസിൻ്റെ മുറ്റത്ത് കെട്ടണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ആവശ്യം വന്നല്ലോ, ഒരാവശ്യം വന്നല്ലോ കാളയെ കൊണ്ട്, ഒരാവശ്യം വന്നില്ലേ ഇപ്പോൾ കാളയെ കൊണ്ട്? കാള ഇനി ആവശ്യം വരും. കാളയായിട്ട് ഇറങ്ങിയപ്പോൾ ആ കാളെ ആവശ്യം വരിക. കാള എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് എന്ന് വിചാരിച്ചാൽ മതി. അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും. ഞാൻ ബോംബെന്നൊന്നും ഞാൻ പറയില്ല, നിങ്ങളാണ് ബോംബെന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് CPM സൂക്ഷിക്കണം, BJP കാളയെ അയച്ചുവിടരുത്, കാളയെ സൂക്ഷിക്കണം. ഇത് രണ്ടുമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. അല്ല, അത് എല്ലാവരും വിശദീകരിക്കട്ടെ, BJP നേതൃത്വമൊക്കെ വിശദീകരിക്കട്ടെ. ഒരു ആരോപണം വന്നിരിക്കുന്നു, ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ചു. പക്ഷെ ആ സ്ത്രീ ആരാണ് എന്ന ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അത് ശരിയാണോ എന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ. BJP നേതൃത്വം പറയട്ടെ, ഒരു സ്ത്രീയുടെ പരാതിയിന്മേൽ എന്താ അവർ ചെയ്യാൻ പോകുന്നെന്ന് പറയട്ടെ. രാജീവ് ചന്ദ്രശേഖർ ഭയങ്കര പൊട്ടിത്തെറിയല്ലായിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ വന്നപ്പോൾ? അപ്പം അദ്ദേഹം എന്താണ് നടപടി എടുക്കുന്നതെന്ന് നോക്കട്ടെ, കാണാമല്ലോ നമുക്ക്.